ഹായ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് കുറേ കുട്ടികൾ പേഴ്സണലി മെസ്സേജ് അയച്ചതിലുള്ള ഒരു കോമൺ ഡൗട്ടാണ്, ചേച്ചി ഞാൻ ഇത്രയും കാലം ഭയങ്കര ഉഴപ്പായിരുന്നു, ഞാൻ ഇനി പഠിച്ചാൽ എനിക്ക് നീറ്റ് കിട്ടും. കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഞാൻ വളരെ ഓണസ്റ്റ് ആൻഡ് സീരിയസ് ആയിട്ട് പറയുകയാണ്, നിങ്ങൾ ഇനി പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നീറ്റ് കിട്ടും. പക്ഷേ ഇനി അത് വൈകാൻ പാടില്ല. ഇപ്പം ഈ വീഡിയോ കാണുന്ന ഇപ്പം തന്നെ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു 7-7.5 മാസത്തിൻ്റെ അടുത്ത് സമയമുണ്ട്. അപ്പോൾ ഓൾറെഡി നല്ല ബേസിക്സ് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി പഠിച്ചാലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഇപ്പോൾ +1 ആൻഡ് +2 മാത്സിലൊന്നും വലിയ ബേസിക്സ് ഇല്ല. ഫിസിക്സ് ആണെങ്കിലും അങ്ങനെ വലിയ ബേസിക്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ച് പറ്റില്ലായികയൊന്നുമില്ല. എന്തായാലും നിങ്ങളിപ്പം നല്ല രീതിക്ക് ഒരു ദിവസം അത്രയും ഹാർഡ് വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് ഡെയിലി അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് റെഡി ആവുകയാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ, ശരിക്കും പോസിബിളാണ്. കാരണം ഞാൻ നീറ്റിന് പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 3 മാസം ഭയങ്കര ഉഴപ്പായിരുന്നു. എനിക്ക് ആ 3 മാസം പഠിപ്പിച്ച എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ ആ ലാസ്റ്റ് 8 മന്ത്സ് പഠിച്ചത്ര സീരിയസ്നെസ്സോടെ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ബാക്ക്ലോഗ്സ് പോലെയായിരുന്നു. എനിക്ക് എഗെയിൻ അതൊക്കെ പഠിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് ലാസ്റ്റ് 8 മന്ത്സ് പഠിക്കുന്ന സമയത്ത്. ഈ വീഡിയോ കാണുന്നവർ 2 ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഇതുവരെ ഒരു കോച്ചിങ് സെൻറ്ററിലൊന്നും പോയിട്ടില്ല, എന്നാൽ ഇനി പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർ. രണ്ടാമത്തേത് കുറേ ബാക്ക്ലോഗ്സ് ഒക്കെ വന്നിട്ട് കോച്ചിങ് സെൻറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ബാക്ക്ലോഗ്സ് ലൈക്ക് കോച്ചിങ് സെൻറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബട്ട് കുറേ വീഡിയോസും ക്ലാസ്സസിൻ്റെ പഠിക്കാൻ ബാക്കിയുണ്ട്, വീഡിയോസ് കാണാനുണ്ട്, അങ്ങനെയുള്ള കുട്ടികളുടെ. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇനിയുള്ള ക്ലാസ്സസ് അതും പഠിക്കണം, ഇതുവരെ വന്ന ബാക്ക്ലോഗ്സും തീർക്കണം. അപ്പോൾ ബാക്ക്ലോഗ്സ് തീർക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഡെയിലി നിങ്ങളൊരു 14 hours ഇരുന്ന് പഠിക്കുമ്പം അതിലൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 minutes ഡെയിലി ഈ ബാക്ക്ലോഗ്സ് തീർക്കാൻ വേണ്ടിയിട്ട് ഡെയിലി മാറ്റി വെക്കാം. ഇപ്പോൾ ബാക്ക്ലോഗ്സ് ഒരു ചാപ്റ്റർ മേ ബി നമുക്കൊരു ഫിസിക്സ് ചാപ്റ്ററൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തീർക്കാൻ 5-6 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ ഡെയിലി നിങ്ങൾ ഈ 1 മണിക്കൂർ ചെയ്ത് ഒരു 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ തീർക്കാൻ പറ്റും. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് ആ ചാപ്റ്റർ കംപ്ലീറ്റ് തീർക്കാമെന്ന് വിചാരിക്കും. മേ ബി നിങ്ങൾക്ക് അന്ന് പഠിക്കാനുള്ള ക്ലാസ്സസ്, അന്ന് കാണാനുള്ള ലൈവ് ക്ലാസ്സസ്, വീഡിയോസ്, അതിൻ്റെ പിറ്റേന്ന് വരാൻ പോകുന്ന എക്സാംസ്, ഇതിനൊന്നും പഠിക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ ഡെയിലി ഇത്ര എമൗണ്ട് ഓഫ് ടൈം ഇങ്ങനെ ബാക്ക്ലോഗ്സ് തീർക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്ത് പോവുക. അന്ന് പറ്റുന്ന അത്രയും പഠിച്ചു തീർക്കുക, അടുത്തത് പിറ്റേ ദിവസം, ആ രീതിക്ക് പോവാം. അപ്പം കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തത്. എനിക്ക് കുറേ ആദ്യത്തെ ഒരു 3 months പഠിച്ചതിൻ്റെ കുറേ പെൻഡിങ് പോർഷൻസ് ഉള്ളത് ഇങ്ങനെ പിന്നെ ബാക്ക്ലോഗ്സ് ഇങ്ങനെ 1 hour വെച്ചിട്ട് ഡെയിലി ഇരുന്ന് പഠിച്ചിട്ടാണ് തീർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇനി നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഹോസ്റ്റലിലൊന്നും ടൂ മച്ച് വെറുതെ സംസാരിച്ച് ഉഴപ്പി ഒന്നും സമയം കളയരുത്. ഓൺലൈനാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ ഓൺലൈനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇനി ഡിസ്ട്രാക്റ്റഡ് ആവരുത്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പോകണം. ഞാനൊരു അഷ്വറൻസ് തരാൻ വേണ്ടി വന്നത്, ഇറ്റ്സ് പോസിബിൾ. ആക്ച്വലി ഇപ്പോൾ പഠിക്കാൻ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് പോസിബിൾ, ഇറ്റ്സ് റിയലി പോസിബിൾ. അത്ര എഫേർട്ട് ഇട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് പഠിക്കുക. ഇപ്പം ഈ ഒരു സമയത്ത് കൂടുതലും ഫിസിക്സ്, കെമിസ്ട്രി, അതായത് ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ പോലെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന സബ്ജക്ട്സ് കൂടുതൽ ഫോക്കസ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ലാസ്റ്റിലോട്ടൊക്കെ നമുക്ക് റിവിഷൻ്റെ സമയത്ത് ഈ ടഫ് ചാപ്റ്റേഴ്സ് ഈ ഡെപ്തിൽ ഇറങ്ങി പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഇതുവരെ ഒന്നും തുടങ്ങാത്ത കുട്ടികളുടെ അടുത്ത്, ലൈക്ക് ആദ്യമായിട്ട് നീറ്റ് പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്ന കുട്ടികൾ, അങ്ങനെ വളരെ റെയർ ആയിരിക്കും. ഇഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കി വെക്കുക. ലാസ്റ്റ് ഒരു 3 months നീറ്റ് എക്സാമിൻ്റെ അടുത്തുള്ള ഒരു ലാസ്റ്റ് 3 months റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിന് മുന്നേ ഉള്ള ഒരു 4 months കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് എങ്ങനെ തീർക്കും, അത് നിങ്ങൾ മേ ബി യൂട്യൂബ് ക്ലാസ്സസ്, ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് കണ്ടിട്ടായിരിക്കും പഠിക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുകയാണെങ്കിൽ, ലൈക്ക് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ ഏത് രീതിക്കാണ് പഠിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് അധികം കാര്യങ്ങളൊന്നും പറയാത്തത്. ഒരു പ്ലാൻ ഉണ്ടാക്കി ഒരു ലാസ്റ്റ് 3 months കംപ്ലീറ്റ് റിവിഷൻ എക്സാംസ് അത് എഴുതാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണ രീതിക്ക്, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ ഉള്ളിൽ പഠിച്ച് തീർക്കണ രീതിക്ക് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കി പഠിച്ചു പോവുക. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണ ഒരു 100 കുട്ടികൾ, ഞാൻ ജസ്റ്റ് ഒരു കണക്ക് വെറുതെ ഒരു എക്സാമ്പിൾ പറയാം, ഒരു 100 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 20 പേരൊക്കെ കംപ്ലീറ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് അന്നന്ന് പഠിപ്പിച്ച സാധനങ്ങളൊക്കെ കറക്റ്റ് പഠിപ്പിച്ചു പോകുന്നുള്ളൂ. എല്ലാവർക്കും ഉണ്ടാവും ചെറിയ ബാക്ക്ലോഗ് എങ്കിലും എല്ലാവർക്കും ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ബാക്ക്ലോഗ് ഉള്ളൂ, ബാക്കി എല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്നു എന്നൊന്നും വിചാരിച്ചിങ്ങനെ സ്ട്രെസ് ആവണ്ട. എല്ലാവർക്കും ഉണ്ടാകും ചെറിയ രീതിക്കെങ്കിലും. മേ ബി ഒരു ക്ലാസ്സിൻ്റെ അന്ന് പഠിപ്പിച്ച സാധനം പഠിക്കാത്തത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. അപ്പോൾ അവർ അന്നന്ന് പഠിപ്പിക്കുന്ന സാധനത്തിൻ്റെ കൂടെ ഇതും കൂടെ പഠിച്ചു പോയിട്ടാണ് അത് ബാലൻസ് ആക്കുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ടും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് പോസിബിൾ ആണ് 7.5 months ഉള്ളിൽ നീറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. ഓൾ ദി ബെസ്റ്റ്.